السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, സുഹൃത്തിന്റെ ചോദ്യം, തൗബക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടോ? അങ്ങനെ നിസ്കരിക്കുന്നതായിട്ട് ചിലരെ കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് കേട്ടത്. തൗബ ചെയ്യാറുണ്ട്. തൗബക്ക് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ടോ, ശേഷം സുന്നത്ത് നിസ്കാരമുണ്ടോ? തൗബ സ്വീകരിക്കാൻ, തൗബ കബൂലാവാൻ വേണ്ടി അങ്ങനെയുള്ള നിസ്കാരം നിസ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരാൾ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. തൗബ സ്വീകരിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. തൗബക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. നോക്ക, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് ഇമാം തന്റെ സുനനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്, 248 പേജ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യുദ്നിബു ദംബൻ ഫയുഹ്സിനു തഹൂർ സുമ്മ യഖൂമു വയുസല്ലി റകഅതൈനി സുമ്മ യസ്തഗ്ഫിറുല്ലാഹ ഇല്ലാ ഗഫറല്ലാഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു അടിമ തെറ്റ് ചെയ്യുന്നുണ്ട്, പരിപൂർണമായി ഉളൂ ചെയ്ത് അവൻ 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചു, എന്നിട്ട് അല്ലാഹു തആലാനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ, ചോദിച്ചാൽ അവന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട സഖറിൽ അൻസാരി റഹിമഹുല്ലാഹ് പറയുകയാണ് തന്റെ കിതാബിൽ തുഹ്ഫത്തുൽ തുല്ലാബ് 75 പേജിൽ, ഒമിൻ സ്വലാത്തി തൗബ, തൗബാന്റെ നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്. ലിഖബരിൽ ഹദീസ്, ഹദീസിൽ ഉള്ളതിന് വേണ്ടി ഈ ഹദീസാണ് പറയുന്നത്. അപ്പൊ തൗബാന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. തൗബാന്റെ 2 റക്അത്ത്, തൗബ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫതുൽ മിൻ അതിന്റെ മത്തനാകുന്ന ഖുറത്തുൽ ഐൻ, അതിന്റെ ശറഅാണ് നിയായത്തു സൈൻ. അതിൽ പറയുന്നുണ്ട് 104 പേജ്, തൗബാന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഖബലഹ, അതിനു മുമ്പും അതിന് ശേഷവും. എന്നാൽ ഇമാം റംലി ഇമാം തന്നെ നിഹായത്തുൽ മുഅ്താദിൽ പറഞ്ഞത് വലിത്തൗബത്തി ഖബലഹ വബഅദഹ, തൗബാന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, തൗബാന്റെ ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. എന്നിട്ട് പറയുന്നു വലൗ മിൻ സഗീറത്തിൻ, അത് ചെറിയ ദോഷമാണെങ്കിലും ശരി തൗബാന്റെ നിസ്കാരമുണ്ട്. എന്നാൽ അതിന്റെ ശറഅാകുന്ന ആശയത്തിനായി പിന്നെ നിയായത്തുൽ അമൽ എന്നുള്ള കിതാബിൽ എന്തിനാണ് മുമ്പ് നിസ്കരിക്കുന്നത്, എന്തിനാണ് ശേഷം നിസ്കരിക്കുന്നത്, അതിനെയും വ്യക്തമാക്കിയിട്ട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗബക്ക് മുമ്പ് എന്തുണ്ട്? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ തൗബാന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്, അതും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും ആശയത്തിന്റെ ആയിൽ പറയുന്നുണ്ട്. അവിടെ നിയ്യത്ത് വെക്കേണ്ടത് തൗബാന്റെ സുന്നത്ത് നിസ്കാരം എന്ന് നിയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ കാലി അങ്ങനെ നിയ്യത്ത് വെച്ചാൽ അത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരമായിട്ട് മാറും. അപ്പൊ തൗബാന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. സാധാരണ സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തല്ലേ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന സൂറത്ത് ഓതാ, എന്നിട്ട് 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതാ, ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാ, എന്നിട്ട് ഓതിട്ട് എന്താക്കുക, നിസ്കരിക്കുക. അതിന് ശേഷം എന്താക്കുക, തൗബ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ തൗബ ചെയ്യാം.
തൗബ ചെയ്യുമ്പോൾ അല്ലാഹു തആലക്ക് വളരെയേറെ ഇഷ്ടമാണ്. എന്റെ അടിമകളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു എന്നിട്ട് അവൻ അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നു. അത്തൗബതു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങലാണ്. അതല്ലേ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തു. ആദം നബിയുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ തൗബ ചെയ്തു. എന്താ തൗബ ചെയ്തത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 300 കൊല്ലം അതാ കരഞ്ഞ് എന്നിട്ട് അവിടുന്ന് തൗബ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്നിട്ട് അവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീര് ധാരാളം, ആ കണ്ണുനീര് ഭൂമിയിലേക്ക് വീണപ്പോൾ അതാ ഫനബത മിൻ ദുമൂഇ, ആദം നബിന്റെ കണ്ണുനീരിൽ നിന്ന് മുളച്ച ചെടിയാണ് ഇഞ്ചി, ഊദ്, സഞ്ചബീൽ, സന്തൽ, ചന്ദനം, ഇഞ്ചി, ഊദ്. ഇതെല്ലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്ന് മുളച്ച ചെടിയാണ്. ഇതെല്ലാം ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ബുർദാന്റെ ശറഹാകുന്ന അൽ ഉംദത്തു ഫീ ശറഹിൽ ബുർദ, ആ കിതാബിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 300 കൊല്ലം കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തത് ഏതാ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തൗബ അല്ലാഹു തആല സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. മുസ്തനബി തങ്ങൾ സൂറത്ത് ഇദാ ജാ നസ്റുല്ലാഹ്, ഈ സൂറത്ത് മുത്തനബിക്ക് അവസാനമായിട്ട് കാമിലായി ഇറങ്ങിയ ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തുൻ നസ്റാണ്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ആയിഷ ഉമ്മ പറയുകയാണ്, മുത്തുനബിന്റെ വായിൽ നിന്ന് കേട്ടത് എന്താ? ഫസബ്ബിഹ ബിഹംദി റബ്ബിക. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആയിഷ ഉമ്മ പറയുകയാണ് മുത്തുനബിന്റെ വായിൽ നിന്ന് കേട്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത മുത്തുനബി തങ്ങൾ 70 or 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു, ചൊല്ലുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ലോകത്ത് വെച്ച് ഒരാളെ ഇസ്തിഗ്ഫാർ പറയാത്തത് ആര്? ഇബ്ലീസ്. ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടില്ല. ഇസ്തിഗ്ഫാർ പറയാ, അസ്തഗ്ഫിറുല്ലാഹൽ അളീം പറയും, എന്നിട്ട് തൗബ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്കും അല്ലാത്തവർക്കും നമ്മുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ദോഷങ്ങളുണ്ട് അല്ലാഹ്. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ റഹ്മാനെ, പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. റമളാന് വരും പോകും, ഇതല്ല പ്രശ്നം. എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. ഒരുപാട് കാലം റമളാനെ സ്വീകരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പരിശുദ്ധ റമളാൻ നാളെ മശ്റയിൽ ഗുണമായി സാക്ഷി കേൾക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.